ഇപ്പൊ തന്നെ സെഡേഷൻ കൂടുതലാ. ആ കണ്ണ് തുറന്നോ? നീ വലിയ സർജൻ അല്ലടാ, കഴിവേറിട മോനെ. അലക്സാണ്ടർ ദ ഗ്രേറ്റ്. നിനക്ക് വലിയ വലിയ സർജറി ചെയ്താൽ മാത്രം പോരാ, എന്നെ കൊണ്ട് കണ്ടാലവലാദികളുടെ കുണ്ടി കയ്യിട്ട് തീട്ടോണ്ടിക്കണോ അല്ലടാ പട്ടി. This is the last time I'm putting knife on a living body. மாப்பிள்ள, இவனுக்கு என்ன சர்ஜரி பண்ணலாம் மாப்பிள்ள? വലുതായി ചെയ്യണോ? ചെറുത് മതി. വസക്തമേ. ഹാപ്പി ബർത്ത്ഡേ അലക്സ്. ഒന്നും പറടാ, കിടക്കാതെ കിടക്കടാ. മതി, ചത്തു ഓടാവൻ. വാട്ട്സ് നെക്സ്റ്റ് മാപ്പിള്ള? ആദ്യം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ ഇനി ഒരു തെളിവും ബാക്കി വെക്കണ്ട. അപ്പോ നിങ്ങളിവിടെ വന്നിട്ടുമില്ല, ഞാനൊന്നും കണ്ടിട്ടുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ ശിവ. சிவா, இப்ப என்னடா பண்ண போறோம்? ചത്തോടാവൻ. വണ്ടി നിർത്തടാ, വണ്ടി നിർത്തടാ. சரி, பார்த்து பண்றா. All he wanted was to become a good doctor. A good doctor. ഡോക്ടർ അലക്സാണ്ടർ, അതോടെ കൃഷ്ണദാസിന്റെ പിന്നാലെ എന്നേക്കുമായി അലക്സാണ്ടറും ഇല്ലാതെ. ഞാൻ സിവിയർ ഇഞ്ചുറിയുമായിട്ട് കുറേ കാലം കോമയിലായിരുന്നു. അപകടത്തിന് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് മദ്യപിക്കുകയായിരുന്നെന്നും ഞാൻ എല്ലാവരെയും നിർബന്ധിച്ച് കാറിൽ കയറ്റുകയായിരുന്നു എന്നൊക്കെ അവൻ പിന്നീട് ക്യാമ്പസിൽ പറഞ്ഞു പരത്തി. എട്ട് മാസത്തോളം ഞാൻ കോമയിലായിരുന്നു. ഞാൻ എവിടെയാണെന്നോ എനിക്കെന്ത് സംഭവിച്ചോ എന്നൊന്നും ആരും അറിഞ്ഞുമില്ല, ആരും അന്വേഷിച്ചില്ല, ഒരാളൊഴികെ. Unfortunately, GCS is still at 0. There is no hope for recovery. റിക്കവറി ഇനി ഇല്ലമ്മേ, ഒരുപാടായില്ലേ. ഇയാളെ എങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്താതെ നമുക്കിത് റിമൂവ് ചെയ്യാം.
ഇല്ലാതാവുമെന്ന് മനസ്സിലാക്കിയ സുജ ആ രാത്രി പുലരാൻ കാത്തു നിന്നില്ല. ആദ്യ പ്രണയത്തിന്റെ രക്തസാക്ഷിയായി ഈ ചെയിൻ ഓഫ് എവൻസിന്റെ രണ്ടാമത്തെ കൊളാറ്ററൽ ഡാമേജ് ആയി അവൾ മരിച്ചു. അത് ഞാൻ അറിഞ്ഞ പോലുമില്ല. റൊമാൻറ്റിക് അല്ലേ? അവളില്ലാതായ ആദ്യ ദിനം തന്നെ എനിക്ക് ജീവൻ വെച്ചു. കഴിയായിരുന്നു. മോനെ പിന്നീട് ഓൺ ആൻഡ് ഓഫ് കോമ പോലുള്ള അവസ്ഥ കുറെ കാലം. സന്ദർശകർ പതിയെ ഇല്ലാതായി. ഞാൻ തനിച്ചായി. എന്നെ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അമ്മ ഒരുപാട് ശ്രമിച്ചു. ഞാൻ പതിയെ സംസാരിച്ചു തുടങ്ങി, വായിച്ചു തുടങ്ങി. ജീവിതത്തിലെ കുറെ ഓർമ്മകൾ അപ്പോഴും തിരിച്ചു വരാൻ മടിച്ചു. അതിലൊന്നായിരുന്നു എൻ്റെ മെഡിക്കൽ PG കാലഘട്ടം. അത് ഞാൻ പൂർണ്ണമായും മറന്നുപോയി. സുജയെ അതിനിടയിൽ എന്നെ തനിച്ചാക്കി മമ്മ പോയി. ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു. ഓർമ്മകളില്ലാത്ത മനുഷ്യൻ ദിശ നഷ്ടപ്പെട്ട് നടുക്കടലിൽ അലയുന്ന ഒരു പായ്ക്കപ്പൽ മാത്രമാണ് ഓസ്ലർ. എൻ്റെ ഡിസോസിയേറ്റീവ് അംനീഷ്യ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് ഞാൻ ഇന്നേ ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ജൂനിയർ യേശുദാസ് എന്ന് പോലും അറിയപ്പെട്ടിരുന്ന ഒരു കലാകാരൻ വിധിയുടെ വിളയാട്ടം കൊണ്ടോ അതോ മെഡിക്കൽ കോളേജിലെ ഒരു കൂട്ടം ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ടോ എന്നറിയില്ല, അദ്ദേഹത്തിന് തന്റെ ശബ്ദം തന്നെ നഷ്ടപ്പെട്ടു. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണദാസ് ഇവിടെ എത്തിയിരിക്കുകയാണ്, ഒരു പുതിയ ആളായിട്ട്. കൃഷ്ണദാസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇവിടെ സന്തോഷം. നമ്മുടെ കൃഷ്ണദാസ് യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നറിയാൻ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പഴയ വീഡിയോ കണ്ടു നോക്കാം. അതായിരുന്നു എൻ്റെ സ്റ്റിമുലൈ, എൻ്റെ ബ്രേക്കിംഗ് പോയിന്റ്. എനിക്കെന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. മിസ്റ്റർ കൃഷ്ണദാസ് അല്ല, എൻ്റെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഡോക്ടർ അലക്സാണ്ടർ. കൃഷ്ണദാസ് അവസാനമായി പാടിയത് എനിക്ക് വേണ്ടിയാണ്. പാസ്പോർട്ട് ശരി എന്നാ. പിന്നീട് അങ്ങോട്ട് കാലങ്ങളോളം നീണ്ട ആളും അർത്ഥവും എറിഞ്ഞുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഓസ്ലർ. അറ്റൻഡിങ് ടു എവറി ഡീറ്റെയിൽ. ഡോക്ടർ സേവിയെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സത്യം അറിയാൻ പുറത്തൊരാൾ വേണം. അതുകൊണ്ടാണ് കൃഷ്ണദാസ് പിടി തന്നതല്ലേ? സുധാകരൻ പയ്യാരത്ത് താങ്കൾക്ക് പകരം ദുബായിൽ പോയ ഞങ്ങൾ മാത്രം കണ്ടിട്ടുള്ള രേഖകളിലെ അലക്സാണ്ടർ ആരാണ് അയാള്? അത് താങ്കൾ അയാളോട് ചോദിക്കുന്നു സാർ. പ്രിയപ്പെട്ട പലരും പലതും നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. മറ്റാരെക്കാളും നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓസ്ലർ.
മറ്റെല്ലാവരുടെയും മക്കളെ ടാർഗറ്റ് ചെയ്ത് താങ്കൾ സേവിയുടെ അമേരിക്കയിലുള്ള മകളെ മാത്രം വെറുതെ വിട്ടു. കാരണം സേവിക്ക് കൊടുക്കുന്ന ശിക്ഷ അത്ര പേഴ്സണൽ ആയിരിക്കണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു. Am I right? ഒരിക്കലും ഒരു നീതിമാനെ അല്ല നിങ്ങൾ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഓസ്ലർ. ഞങ്ങളുടെ ഈ ദൗർഭാഗ്യങ്ങൾക്കെല്ലാം കാരണക്കാരായവരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കെതിരെ തെളിവുകളില്ല, സാക്ഷികളില്ല. പക്ഷേ അവരെല്ലാവരും ഇപ്പൊ കരയുന്നു. ഞങ്ങൾക്കത് മതി. വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഞങ്ങളുടെ കഥ അറിയാമല്ലോ. അത് മതി, അത് മാത്രം. ഒരാളുടെയും ജീവൻ എടുക്കുന്നത് അനുവദിക്കാൻ നിയമം പറയുന്നില്ല അലക്സാണ്ടർ. പിന്നെ നിങ്ങൾ കൊന്ന 3 പേരും മരണം അർഹിക്കുന്നവരായിരുന്നില്ല. അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നവന്റെ മുന്നിൽ തെറ്റുകൾ ഉണ്ടാവില്ല ഓസ്ലർ. ശരികൾ മാത്രമേ കാണൂ. ഓക്കെ, സീ യു ടുമോറോ. നാളെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉള്ളതല്ലേ. ടേക്ക് റെസ്റ്റ്. സേവിയോടൊന്ന് സംസാരിക്കാൻ പറ്റും? ഇദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഓസ്ലോ വരണോ സർ? അകത്താണ്. സാർ, അയാൾ റിക്വസ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ട് സാറിന് താല്പര്യം ഉണ്ടായി കണ്ടാൽ മതി. ആർക്കും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ പോലീസ് എന്ത് ചെയ്യാന്? What a small world, and here we meet again. Indeed. പണ്ട് എച്ചോടി പറഞ്ഞതുപോലെ നീ പിന്നീട് ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ കത്തിവെച്ചിട്ടില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റി പ്രശസ്തനായ ഫോറൻസിക് സർജനായി പേരെടുത്തു റിട്ടയർ ചെയ്തു. അടുത്ത ആഴ്ച ആത്മകഥാപ്രകാശനത്തിലെത്തിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ആക്സിഡന്റ് കഴിഞ്ഞ് മാസങ്ങളോളം ഞാൻ കോമയിൽ കിടന്നിട്ടും നിങ്ങളാരും ഒന്നും എന്നെ കാണാൻ വന്നില്ല. ഈ കൃഷ്ണദാസിനെ കുറിച്ച് വെറുതെ ഒന്ന് തിരക്കിയത് പോലുമില്ല. നീ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങളും കൂടി അനുഭവിച്ചത്. പിന്നെ ഇയാളാരാ? സേവി, കുറ്റബോധമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ അപകടകാരികൾ. നീ എത്രയൊക്കെ വളച്ചൊടിച്ചാലും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും നിയമം നിന്നെ രക്ഷിച്ചെടുത്താലും ഞങ്ങളെ കൊല്ലാതെ കൊന്ന കുറ്റത്തിൽ നിന്ന് നിന്നെ കുളിച്ചൂടാനാവില്ല. എടാ അലക്സേ, അന്ന് നീ തന്നെയായിരുന്നു പുണ്യാളൻ, ഇന്ന് നീ തന്നെ അല്ലേ? നിനക്കറിയാലോ, ദൈവം ചിലരെ വളർത്തും, ചിലരെ തളർത്തും. അത് ഓരോരുത്തരുടെ വിധി. ഇന്ന് ഞാൻ ജീവനോടെ നിന്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ ന്യായവും ദൈവമൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാ. കറക്റ്റാണ് സേവി. ദൈവവും പരദീസയൊക്കെ എന്നേ കൈവിട്ടവരാണ് ഞാനും ഈ മിണ്ടാപ്രാണിയൊക്കെ. പക്ഷേ ചെകുത്താൻ ചിലപ്പോൾ നേരിട്ടിറങ്ങും ഞങ്ങളെ രക്ഷിക്കാൻ. അന്നയാളുടെ കയ്യിൽ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. Whatever it is, be in hell with your devil, Alexander Joseph. Good luck. Good luck. Thank you for saving my life, Osler. നിങ്ങൾ മരിക്കേണ്ട ആളായിരുന്നു ഡോക്ടർ. I am so sorry that you are still alive.
But I am so sorry that you are disappointed.